Hi. Factoring trinomials of the form ax square plus bx plus c. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് ടൈപ്പ് എന്താണ് പോളിനോമിയൽസ് സെക്കൻഡ് ഡിഗ്രി അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് പോളിനോമിയൽസ് ഫാക്ടറൈസ് ചെയ്യാനായിട്ട് രണ്ട് വീഡിയോയിൽ കണ്ടു. ഇത് മൂന്നാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ഇവിടെ ഇതിൽ ആദ്യത്തെ രണ്ടിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് പോളിനോമിയൽസ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫാക്ടറൈസ് ചെയ്യുന്നത്. സിമ്പിളാണ്. ആദ്യത്തെ രണ്ടെണ്ണം നിങ്ങൾക്ക് ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ മൂന്നാമത്തത് ഈസി ആയിട്ട് എന്ത് ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ഒരു ചോദ്യത്തിലേക്ക് പോകാം. ഒരു ചോദ്യം എഴുതിക്കൊണ്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഞാൻ പറയുന്നു 1, 2, 3, 4 ചോദ്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും ആ ഒരു ട്രാക്കിലേക്ക് നിങ്ങൾ എത്തും. അതുവരെ ഒന്ന് എന്ത് ചെയ്യുക, ക്ഷമയോടുകൂടി എങ്ങനെയാണിത് ചെയ്യുന്നതെന്നുള്ളത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ശ്രദ്ധിച്ചിരിക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. നമുക്കിങ്ങോട്ട് മാറ്റി എഴുതാം ഈ ക്വസ്റ്റ്യൻ. 2x സ്ക്വയർ പ്ലസ് 7x മൈനസ് 4. ഓക്കെ, ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എക്സ് സ്ക്വയറിൻ്റെ കൊയഫിഷ്യൻ്റായ 2ഉം അവസാനം കിടക്കുന്ന ഈ -4 തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക. ഓക്കെ, 2 × -4 എത്ര വരും? -8. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ, കഴിഞ്ഞ പ്രോബ്ലംസിലൊക്കെ ചെയ്തതുപോലെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -8 കിട്ടുന്ന നമ്പേഴ്സ് നോക്കുക. ഓക്കെ, ഒന്നാമത്തത് നമുക്ക് 1ഉം 8ഉം എടുക്കാം. രണ്ടാമത്തത് 1ഉം -8 കൊടുക്കാം. രണ്ടാമത്തത് -1ഉം 8 കൊടുക്കാം. ഇനി 2ഉം -4 എടുക്കാം. അതുപോലെ തന്നെ -2ഉം 4 എടുക്കാം. വേറെ എന്തെങ്കിലും പ്രോഡക്റ്റ് ഉണ്ടോ? ഇല്ല, ഇത്രയും പ്രോഡക്റ്റുകളേ ഉള്ളൂ. ഓക്കെ അല്ലേ? ശരി. ഇനി നമ്മൾ നോക്കേണ്ടത് നടുക്ക് എക്സിൻ്റെ കൊയഫിഷ്യൻ്റ് എത്രയാണെന്നുള്ളതാണ്. എക്സിൻ്റെ കൊയഫിഷ്യൻ്റ് എത്രയാണ്? +7 ആണ്. ഓക്കെ, അപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന ഏതോ ഒരു പെയറിൽ നമുക്ക് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? +7 കിട്ടും. അതേതാന്ന് നോക്ക്. 1ഉം -8ഉം ആണോ? അല്ല, അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് -7 ആണ് കിട്ടുന്നത്. -1ഉം 8ഉം ആണോ? ശരിയാണ്. -1ഉം 8ഉം ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 7 കിട്ടും. സോ നമുക്ക് വേണ്ടുന്ന പെയർ ഇയാളാണ്. ഓക്കെ, ഇതിന് ശേഷം എന്താ ചെയ്യേണ്ടത്? നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ എന്ത് ചെയ്യുക, ഈ പോളിനോമിയൽ വീണ്ടും എടുത്ത് എഴുതിയിട്ട് ഇങ്ങനെയാണ് 2x സ്ക്വയർ പ്ലസ് 7x മൈനസ് 4 എന്ന് എഴുതിയിട്ട് ഈ നടുക്ക് കിടക്കുന്ന 7xനെ എന്ത് ചെയ്യണം? ഈ ഫോമിലേക്ക് നമ്മൾ റീഅറേഞ്ച് ചെയ്യണം. ഓക്കെ, അപ്പോൾ എങ്ങനെ എഴുതാം? 2x സ്ക്വയർ മൈനസ് 1x പ്ലസ് 8x മൈനസ് 4. എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതിനെയും സെപ്പറേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. കോമൺ എടുക്കാൻ പറ്റുന്ന എന്ത് ചെയ്യുക? കോമൺ ആയിട്ട് എടുക്കുക. നമുക്ക് നോക്കാം. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ടിടത്തു നിന്ന് എക്സ് കോമൺ എടുക്കാം. എക്സ് കോമൺ എടുത്താൽ എന്ത് ബാക്കി വരും? 2x മൈനസ് 1. ശരിയല്ലേ? 2x സ്ക്വയറിൽ നിന്ന് ഒരു എക്സ് പുറത്ത് പോയി. അതുപോലെ തന്നെ 1xനകത്ത് നിന്ന് എക്സ് പുറത്ത് പോയി. ബാക്കി എന്തേ ഉള്ളൂ? 2x മൈനസ് 1. ഇവിടെ നമുക്ക് എന്ത് പുറത്തെടുക്കാം? ഇവിടെ 8 അല്ലേ, ഇവിടെ 4 അല്ലേ, അത് രണ്ടും 4ൻ്റെ മൾട്ടിപ്പിൾ അല്ലേ. നമുക്കൊരു 4 പുറത്തെടുത്തൂടെ? ഒരു +4 പുറത്തെടുത്താൽ ബാക്കി എന്ത് വരും? അവിടെ 2x മൈനസ് 1 എന്ന് വരും. ശരിയല്ലേ? 8 എന്ന് പറയുന്നത് 2 × 4 ആണ്. അതിൽ നിന്ന് 4 പുറത്ത് പോയാൽ ബാക്കി എന്തുണ്ട്? അവിടെ 2 ഉണ്ട്. 2x 4ൽ നിന്ന് 4 പുറത്ത് പോയാൽ എത്രയാണ്? 4 എന്ന് പറയുന്നത് 4 × 1 ആണ്. ശരിയല്ലേ? അപ്പോൾ അതിനകത്ത് നിന്ന് 4 പുറത്ത് പോയാൽ ബാക്കി 1 ഉണ്ട്. അപ്പോൾ 2x മൈനസ് 1 വന്നു അവിടെ. ഇനി നോക്കൂ, ഇവിടെ രണ്ടിടത്ത് എന്ത് കോമൺ ആയിട്ടുണ്ട്? 2x മൈനസ് 1. അത് നമുക്ക് എന്ത് ചെയ്യാം? പുറത്തെടുക്കാം. അത് നമുക്ക് പുറത്തേക്ക് എടുത്താൽ എന്ത് സംഭവിക്കും? 2x മൈനസ് 1 × x + 4. സിമ്പിളല്ലേ? വളരെ ഈസി ആയിട്ട് ചെയ്തില്ലേ? ഇത്രയും പരിപാടിയുള്ളൂ. നമുക്ക് ആദ്യത്തെ രണ്ട് ടൈപ്പ് ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ മൂന്നാമത്തെ ടൈപ്പ് എന്താണ്? വളരെ ഈസിയാണ്. ഇത്രയും പരിപാടിയുള്ളൂ. സിമ്പിൾ ടാസ്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 3x സ്ക്വയർ മൈനസ് 13x മൈനസ് 10. നമുക്ക് ഈ ചോദ്യം എന്ത് ചെയ്യാം? ഇങ്ങോട്ടൊന്ന് മാറ്റി എഴുതാം. 3x സ്ക്വയർ മൈനസ് 13x മൈനസ് 10. ആദ്യം ചെയ്യേണ്ടത് എന്താ? എക്സ് സ്ക്വയറിൻ്റെ കോയഫിഷ്യൻറ്റും ലാസ്റ്റ് കിടക്കുന്ന നമ്പർ ടൈം കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്ത് സംഭവിക്കാം? 3 × -10 ദാറ്റ് ഈസ് -30 എന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഗുണിക്കുമ്പോൾ 30 കിട്ടുന്ന എല്ലാ പേഴ്സും എഴുതുക എന്നുള്ളതാണ്. -30 കിട്ടുന്നത്. അപ്പോൾ 1ഉം -30 എഴുതാം. അതുപോലെ -1ഉം 30 എഴുതാം. ഓക്കെ, 2ഉം -15 എഴുതാം. -2ഉം 15 എഴുതാം. ശരിയല്ലേ? 3ഉം -10 എഴുതാം. -3ഉം 10 എഴുതാം. ഇനി എന്തുകൊണ്ട്? 4ൻ്റെ ടേബിൾ വരത്തില്ല, 5ൻ്റെ ടേബിൾ വരും. അപ്പോൾ 5ഉം -6ഉം എഴുതാം. -5ഉം 6ഉം എഴുതാം. ഇനി പേഴ്സ് ഒന്നും ഇല്ലല്ലോ? ഇല്ല, 7 ഇല്ല, 8 ഇല്ല, 9 ഇല്ല, 10 വരത്തുള്ളൂ. നമ്മൾ എഴുതി കഴിഞ്ഞു. ഓക്കെ, നമ്മൾ നോക്കേണ്ടത് ഈ എക്സിൻ്റെ ഫ്രണ്ടിലത്തെ നമ്പർ ഇവിടെ എഴുതുക എന്നുള്ളതാണ്. എക്സിൻ്റെ ഫ്രണ്ടിലത്തെ നമ്പർ എത്രയാണ്? -30. ഈ കൊടുത്തിരിക്കുന്ന 8 പേരിൽ ഏതോ ഒന്ന് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? -13 കിട്ടും. അത് ഏതാണെന്ന് എന്ത് ചെയ്യുക? കണ്ടുപിടിക്കുക. ഓക്കെ, ഞാനത് കണ്ടുപിടിച്ചു പെട്ടെന്ന് തന്നെ. ഏതാണ്ട് ഈ കിടക്കുന്നതാണെന്ത് -13 വരുന്നത് അല്ലേ. 2 - 15 എന്ന് പറയുന്നത് -13 ആണ്. സോ
സോ നമ്മുടെ പെയർ ഈ കൊടുത്തിരിക്കുന്നതാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഒന്നും ചെയ്യേണ്ട, നമ്മൾ നേരത്തെ എഴുതിയതുപോലെ എന്ത് ചെയ്യുക, ഈ പോളിനോമിയൽ എഴുതുക. ഓക്കെ, 3 നോക്കാം, 3x² മൈനസ് 13x മൈനസ് 10 എന്ന് എഴുതിയിട്ട് ഈ -13x ഇതാ ഈ ഫോമിലേക്ക് എന്ത് ചെയ്യണം, റീ അറേഞ്ച് ചെയ്ത് എഴുതണം. ഓക്കെ, 3x² മൈനസ് 2x -2x അല്ല +2x മൈനസ് 13x മൈനസ് 13 അല്ല അവിടെ 15. ഓക്കെ, സോറി ശ്രദ്ധയില്ലാതെ എഴുതുന്നതുകൊണ്ടാണ്, എനിക്ക് ക്ലിയർ ചെയ്യാം നമുക്ക്. ഓക്കെ, പ്രശ്നമില്ല, ഇനി തെറ്റില്ല. -15x മൈനസ് 10. ഓക്കെ, നേരത്തെ ചെയ്തതുപോലെ ഇതിനെയും എന്ത് ചെയ്യുക, സെപ്പറേറ്റ് ചെയ്ത് എഴുതുക. ഓക്കെ, സെപ്പറേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക, കോമൺ എടുക്കാൻ പറ്റുന്ന കോമൺ എടുക്കുക. അപ്പോൾ x കോമൺ എടുക്കുക, ഇവിടെ എന്ത് വരും, 3x+2 എന്ന് വരും. ഓക്കെ, ഇവിടെ നമുക്ക് -15 -10 ആണല്ലോ, നമുക്കൊരു -5 അങ്ങ് കോമൺ എടുത്താൽ എന്ത് സംഭവിക്കും, -5 കോമൺ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 3x+2 എന്ന് വരും. ശരിയല്ലേ? അതങ്ങനെയാണ് 3x+2 വരുന്നത്. അപ്പോൾ ഇവിടെ -10 ആണെന്നുണ്ടെങ്കിൽ അവിടെ എങ്ങനെയായിരിക്കും, -5 × 2 ആണ്, ഇവിടെ -5 × 3 ആണ്. അവിടെ നിന്ന് രണ്ടിടത്ത് നമ്മൾ -5 പുറത്തെടുക്കുകയാണ്. പിന്നെ +3യും +2 ആണുള്ളത്, അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ഇനി ഇവിടെ രണ്ടിടത്ത് എന്തുണ്ട് കോമൺ ആയിട്ട്, 3x+2, ഇവിടെയും 3x+2. നമുക്ക് എന്ത് കോമൺ എടുക്കാം, 3x+2. അപ്പോൾ 3x+2 × x - 5, 3x+2 × x - 5 നമ്മുടെ ആൻസറായി. ഓക്കെ, നമുക്കൊന്നൊരു അടുത്ത ചോദ്യത്തിലേക്ക് എന്ത് ചെയ്യാം, പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ, അത് നിങ്ങൾ പറ്റുമെങ്കിൽ തനിയെ ചെയ്യാൻ ശ്രമിച്ചിട്ട് സൊല്യൂഷൻ നോക്കുക. ഓക്കെ, അടുത്ത ചോദ്യം എന്ന് പറയുന്നത് 2x² + 15x + 18 എന്നുള്ളതാണ്. അപ്പോൾ നമുക്കതും കൊണ്ട് മാറ്റി വരയ്ക്കാം. 2x² + 15x + 18 എന്നുള്ളത് നമ്മൾ എഴുതി. ആദ്യം ഈ 2ഉം ഈ 18 കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. 2 × 18 എന്ന് പറയുന്നത് എത്രയാണ്, 36 ആണ്. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 36 വരുന്ന എല്ലാ പേഴ്സും എഴുതണം. ഓക്കെ, 1ഉം 36ഉം. ഓക്കെ, ഇവിടെ പോസിറ്റീവ് ആയതുകൊണ്ട് നമ്മൾ 1ഉം 36ഉം അതുപോലെ തന്നെ -1ഉം -36ഉം എഴുതണം. ഓക്കെ, അതും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താ വരുന്നത്, 36 എന്നല്ലേ വരുന്നത്. അതേപോലെ 2ഉം 18ഉം, -2ഉം -18ഉം. അടുത്തത് 3യും 12ഉം, അതുപോലെ -3യും -12ഉം. 4ഉം 9ഉം, -4ഉം -9ഉം. 5 വരത്തില്ല, 6ഉം 6 അല്ലേ, അപ്പോൾ -6ഉം 6ഉം -6 ഇത്രയും പേഴ്സേ ഉള്ളൂ. ഓക്കെ, ഇത് എഴുതിയിട്ട് നടുക്കത്തെ നമ്പർ നോക്കുക, 15. അപ്പോൾ വെറും 15 ആഡ് ചെയ്യുമ്പോൾ 15 വരുന്ന നമ്പർ ഏതാണെന്ന് നോക്കുക. ആഡ് ചെയ്യുമ്പോൾ 15 വരുന്ന ഏതാണ് ഇതിനകത്ത്, അതാണ് ഇതാണ് ആഡ് ചെയ്യുമ്പോൾ 15 വരുന്ന പേർ, 3യും 12ഉം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന ഇത് മാറ്റി എഴുതുക. ഓക്കെ, നമുക്ക് നോക്കാം. 2x² + 15x + 18 എന്ന് എഴുതി നടുക്ക് കിടക്കുന്ന ഇതിനെ റീ അറേഞ്ച് ചെയ്യണം. ഓക്കെ, 2x² + 3x + 12x + 18 എന്ന് എഴുതാം. ഇനി നമുക്ക് ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. എന്നിട്ട് എന്തെടുക്കാം, അവിടെ നിന്ന് എക്സ് കോമൺ എടുക്കാം, ഇവിടെ എക്സ് കോമൺ എടുക്കാം. അപ്പോൾ 2x + 3 എടുക്കാം. 12ഉം 18ഉം ആകുമ്പോൾ നമുക്ക് കോമൺ എടുക്കാൻ പറ്റുന്നത് 6 അല്ലേ, ആണ്. അതെ, +6 കോമൺ എടുത്തു കഴിഞ്ഞാൽ അവിടെയും 2x + 3 എന്ന് കിട്ടും. ഇപ്പോൾ രണ്ടിടത്തും 2x + 3 ആണല്ലോ ഉള്ളത്. 2x + 3 കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, x + 6 ഇവിടെ എഴുതാം. ഓക്കെ, ഇതാണ് ഫാക്ടറൈസേഷൻ. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയല്ലേ. ഇതേപോലെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഇവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എന്താണ് ഇവിടെ, 2x² - x - 1. ഓക്കെ, ഇവിടെ 2ഉം -1ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതണം. ഓക്കെ അല്ലേ, 2 × -1 -2. നമ്മളെന്താ ചെയ്യേണ്ടത്, -2 കിട്ടുന്ന പേഴ്സ് എല്ലാം എഴുതുക. -2 കിട്ടുന്ന പേഴ്സ് എന്തൊക്കെയാണ്, 1ഉം 2ഉം -1ഉം -2ഉം -1ഉം 2ഉം. ഇതിനെ മാത്രമല്ലേ ഉള്ളൂ. ഓക്കെ, വേറെ ഒരു പേരും ഇല്ല അല്ലേ, ശരിയാണ്. അപ്പോൾ -1 ഇനി നമുക്ക് വരേണ്ടത് എക്സിൻ്റെ ഫ്രണ്ടിൽ. അപ്പോൾ -x എന്ന് എഴുതി അതിൻ്റെ അർത്ഥം -1x എന്നാണ്. അപ്പോൾ എക്സിൻ്റെ ഫ്രണ്ടിലത്തെ സിമ്പിൾ സൈൻ എത്രയാണ്, -1 എന്നുള്ളതാണ്. എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് -1 എന്നുള്ളതാണ്. ഇതിനകത്ത് ആഡ് ചെയ്യുമ്പോൾ -1 കിട്ടുന്നത് ഏത് പേരാണെന്ന് നോക്കുക. 2 പേരല്ലേ ഉള്ളൂ ആകെ, അത് കണ്ടുപിടിക്കാൻ പാടൊന്നുമില്ല, ഇത് തന്നെയാണ്, എളുപ്പത്തിൽ കണ്ടെത്താൻ പറ്റും. ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മുടെ പോളിനോമിയലിനെ റൈറ്റ് ചെയ്താൽ മതി, റീ അറേഞ്ച് ചെയ്ത് എഴുതണം. ഓക്കെ, 2x² - x - 1. ഇതിനകത്ത് നമുക്ക് 2x² + 1x - 2x - 1 എന്ന് എഴുതാം. എന്നിട്ട് ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യാം, പരിഗണിക്കാം. എന്നിട്ട് ഇവിടെ x കോമൺ എടുത്താൽ 2x + 1 എന്നും, ഇവിടെ നമുക്ക് -2 കോമൺ ആയിട്ട് എടുക്കാം. അപ്പോൾ അവിടെ എന്ത് വരും, x + 1 എന്നും വരും. ഓക്കെ, അല്ല ഇവിടെ മൈനസ് മാത്രമേ, ഓക്കെ, ഇവിടെ നമുക്ക് -2 കോമൺ എടുക്കാൻ പറ്റില്ല. ഓക്കെ, ഈ ഒരു സ്റ്റെപ്പിനകത്ത്
ഒരു മിസ്റ്റേക്ക് വന്നു, ഒന്നും കൂടെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നോക്കും, നമുക്ക് എക്സ് കോമൺ ആയിട്ട് എടുക്കാം. എക്സ് കോമൺ ആയിട്ട് എടുത്ത് എന്ത് വരും? 2x + 1x അല്ലേ. ഇവിടെ നമ്മളൊരു മൈനസ് കോമൺ ആയിട്ട് എടുക്കുക, വേറെ ഒന്നും ചെയ്യാനില്ല. ഒരു മൈനസ് കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെയും 2x, ഒരു കാര്യം കൂടെ ഉണ്ടേ, നോക്കൂ, സോറി, ഇവിടെ നിന്ന് എക്സ് കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 2x + 1, ഇവിടെ നിന്നൊരു മൈനസ് കോമൺ ആയിട്ട് എടുക്കുക, അപ്പോൾ ഇവിടെ 2x + 1 എന്ന് വരും. ഓക്കെ, ഇപ്പോൾ കറക്റ്റായല്ലോ. ഇനി രണ്ടിടത്തു നിന്ന് എന്തെടുക്കാം? 2x + 1 കോമൺ ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് വരും? x - 1 എന്ന് വരും. അതായത് ഇവിടെ 2x + 1 നമ്മൾ പുറത്തേക്ക് എടുക്കുമ്പോഴേ ഇൻറ്റു 1 ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ ഈ 1 ആണ് ഞാൻ ഈ എഴുതിയിരിക്കുന്ന 1. കൺഫ്യൂഷൻ വരേണ്ട ആവശ്യമില്ല. ഒരു തവണ കൂടി ചെയ്ത് നോക്കാം. ജസ്റ്റ് നോക്കൂ, ഒരു തവണ കൂടി ചെയ്ത് നോക്കാം. നമ്മൾ എന്ത് ചെയ്തു? റീറൈറ്റ് ചെയ്യാൻ പോവുകയാണ് ഇക്വേഷനെ. അപ്പോൾ പോളിനോമിയലിനെ 2x² - x - 1. ഓക്കെ, അപ്പോൾ 2x² + 1x - 2x - 1. ഓക്കെ, ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് നോക്കുക. ഇവിടെ നിന്ന് രണ്ടിടത്തു നിന്ന് എക്സ് കോമൺ എടുക്കാം. അപ്പോൾ എന്ത് വരും? 2x + 1. ഇവിടെ രണ്ടിടത്തു നിന്നും നമുക്ക് വേറെ ഒന്നും കോമൺ ആയിട്ട് എടുക്കാം, ഇല്ല മൈനസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ മൈനസ് കോമൺ എടുത്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ -1 കോമൺ എടുത്ത് കഴിയുമ്പോൾ, അങ്ങനെ ചിന്തിച്ചാലും മതി. -1 കോമൺ എടുത്ത് കഴിയുമ്പോൾ എന്താ ഇവിടെ വരുന്ന? 2x + 1 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ടിടത്ത് എന്തുണ്ട് ഇനി? 2x + 1. സോ 2x + 1 × x - 1. ഇതാണ് അതിൻ്റെ ഫാക്ടറൈസ്ഡ് ഫോം. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. എന്താ, നമുക്കൊന്ന് ഇങ്ങോട്ട് എടുത്ത് എഴുതാം. 2x² + 7x - 15. ഓക്കെ, ഇതെങ്ങനെ ചെയ്യാം? 2ഉം -15. അപ്പോൾ 2 × -15 എന്ന് പറയുന്നത് -30 ആണ്. -30 കിട്ടുന്ന നമ്പേഴ്സ് 1ഉം -30യും -1ഉം 30, 2ഉം -15ഉം -2ഉം 15ഉം, പിന്നെ 3യും -10ഉം -3യും 10ഉം, പിന്നെ 4ൻ്റെ ടേബിൾ വരില്ലല്ലോ, ഇല്ല 5ൻ്റെ ടേബിൾ വരും. 5ഉം -6ഉം -5ഉം 6ഉം. ഓക്കെ, ഇതല്ലാതെ വേറെ പേഴ്സൊന്നുമില്ല. ഇതിനകത്ത് നമ്മളിനി നടുക്കിടക്കുന്ന നമ്പർ എഴുതുക 7. 7 കിട്ടുന്നത് ഏതാണെന്ന് നോക്കുക. ആഡ് ചെയ്യുമ്പോൾ 7 കിട്ടുന്ന പെയർ ഏതാണെന്ന് നോക്കുക. ഇതാണ് ആഡ് ചെയ്യുമ്പോൾ 7 കിട്ടുന്ന പെയർ. ഇതാ ഇവിടെ കിടപ്പുണ്ട്. സിമ്പിളായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. ഓക്കെ, നേരെ നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും പോളിനോമിയൽ എടുത്ത് എഴുതാം. 2x² + 7x - 15. എന്നിട്ട് നടുക്കിടക്കുന്ന ഈ 7xനെ എന്ത് ചെയ്യാം? സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ, 2x² - 3x + 10x - 15. ഇത് രണ്ടിനെയും രണ്ടായിട്ട് എന്ത് ചെയ്യുക? കൺസിഡർ ചെയ്യുക. എന്നിട്ട് നമ്മൾ x കോമൺ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 2x - 3, ഇവിടെ +5 കോമൺ എടുത്തു കഴിഞ്ഞാൽ 2x - 3. രണ്ടിടത്തും 2x - 3 ഉണ്ട്, അത് കോമൺ ആയിട്ട് എടുക്കാം. 2x - 3 × x + 5. ഓക്കെ, സിമ്പിൾ അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാമല്ലോ. ഓക്കെ, നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ അടുത്ത ചോദ്യം ഇതാണ്. 4x² - x - 3. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ രണ്ട് നമ്പേഴ്സ് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. 4 × -3 = -12. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -12 വരുന്ന നമ്പേഴ്സ് 1ഉം 12ഉം, 1ഉം -12ഉം, -1ഉം 12ഉം. ഓക്കെ, അടുത്ത പെയർ എന്ന് പറയുമ്പോൾ നമുക്ക് 2ഉം -6ഉം എടുക്കാം, -2ഉം 6ഉം എടുക്കാം. പിന്നെ 3ൻ്റെ ടേബിൾ വരില്ല. 3ഉം -4ഉം എടുക്കാം, -3ഉം 4ഉം എടുക്കാം. 5ൻ്റെ ടേബിൾ വരത്തില്ല. ഇനി നോക്കണം, ഇത്രയേ ഉള്ളൂ. ഇനി നോക്കേണ്ടത് നടുക്കത്തെ നമ്പർ എത്രയാണ്? -1 ആണ്. -x എന്ന് വെച്ചാൽ -1x എന്നർത്ഥം. അപ്പോൾ -1 ഇതിനകത്ത് ആഡ് ചെയ്യുമ്പോൾ -1 വരുന്ന പെയർ ഏതാണെന്ന് നോക്കുക. അതാണ്ടേ കണ്ടുപിടിച്ച് കഴിഞ്ഞു. -1 വരുന്ന പെയർ ഇയാളാണ്. 3ഉം -4ഉം. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുക? പോളിനോമിയലിനെ റീ അറേഞ്ച് ചെയ്ത് എഴുതുക. 4x² - x - 3 എന്നല്ലേ? ഈ നടുക്കിടക്കുന്നതിനെ നമ്മൾ റീ അറേഞ്ച് ചെയ്യാം. 4x² + 3x - 4x - 3. ഓക്കെ, ഇത് രണ്ടിനെ രണ്ടായിട്ട് കണ്ടുകൊണ്ട് എന്ത് ചെയ്യുക? കോമൺ ആയിട്ട് എടുക്കുക. ഇവിടെ നമുക്ക് x കോമൺ എടുത്തു കഴിഞ്ഞാൽ 4x + 3 എന്ന് വരും. ഇവിടെ നമ്മളൊരു മൈനസ് കോമൺ എടുക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ 4x + 3 എന്ന് വരും. എന്നിട്ട് രണ്ടിടത്തു നിന്ന് 4x + 3 എന്ത് ചെയ്യുക? കോമൺ എടുക്കുക. 4x + 3 × x - 1 ഉണ്ട്. ഇവിടുന്ന് 4x + 3, ഇവിടുന്ന് 4x + 3 പോയി എന്ന് പറഞ്ഞാൽ അവിടെ ഒന്നും ഇല്ലാതാവുന്നില്ല. അവിടെ 1 ഉണ്ട്. × 1 എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ഈ മൈനസ് എന്ന് പറയുന്നത് -1 ആണെന്ന് വിചാരിക്കുക. അത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അടുത്ത ചോദ്യത്തിലേക്ക് എന്ത് ചെയ്യാം? പോകാം. നോക്കിക്കോളൂ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ 2x² - x - 36 എന്നാണ് വന്നിരിക്കുന്നത്. നമുക്കൊന്ന് എടുത്ത് എഴുതാം. 2x² - x - 36. ഓക്കെ, 2ഉം -36. 2 × -36 എന്ന് പറയുന്നത്
2 ഇൻറ്റു -36 -72 ആണല്ലേ. ഓക്കെ, അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ -72 കിട്ടുന്ന പെയറുകളെല്ലാം എഴുതണം. ഓക്കെ, ഒന്നാമത്തെ പെയർ 1ഉം -72ഉം -1ഉം 72, 2ഉം -36ഉം -2ഉം 36ഉം. പിന്നെ 3ൻ്റെ ടേബിളിൽ വരും. ഓക്കെ, 3ഉം -72 /3, 2 3s are 6, 1 2 3 ഓക്കെ, -24, അപ്പോൾ -3ഉം 24. 4ൻ്റെ ടേബിളിൽ വരുമോ നോക്കണം. ഓക്കെ, 4ൻ്റെ ടേബിളിൽ വരുമോ നോക്കാം. 4ൻ്റെ ടേബിളിൽ വരും കേട്ടോ. 18 -18, അപ്പോൾ -4ഉം 18ഉം. അടുത്തത് 5ൻ്റെ ടേബിളിൽ വരത്തില്ല. 6ൻ്റെ ടേബിളിൽ വരുമോ നമുക്ക് നോക്കാം. 6ൻ്റെ ടേബിളിൽ വരും കേട്ടോ. 6ൻ്റെ ടേബിളിൽ 1 12 -12, 6 -12, അതേപോലെ -6 12. 7ൻ്റെ ടേബിളിൽ വരത്തില്ല. 8ൻ്റെ ടേബിളിൽ വരുമല്ലോ. 8ൻ്റെ ടേബിളിൽ 8ഉം -9ഉം -8 9. ഇനിയില്ല, ഇത്രയും പേയേഴ്സേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം. ഇതിനകത്ത് കണ്ടല്ലോ ഇത്രയും പേയേഴ്സ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണം. നമ്മുടെ തലയിൽ കൂടി ഇത് പെട്ടെന്ന് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും എഴുതേണ്ട ആവശ്യമൊന്നുമില്ല, പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ -1 വരുന്ന എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എത്രയാണ്? -1 ആണ്. -1 വരുന്ന പെയർ ഏതാണെന്ന് നോക്കുക. -1 വരുന്ന പെയർ ഐഡൻറ്റിഫൈ ചെയ്തോ. അതാണ്ട് കിടക്കും. അതുകൊണ്ട് ഇതാണ്, സോറി, ഇത് തന്നെ, ഇതാണ് -1 വരുന്ന പെയർ. നമുക്ക് എന്ത് ചെയ്യാം, റീഅറേഞ്ച് ചെയ്യാം. 2x² - x -36. ഓക്കെ, 2x² + 8x - 9x -36. ഇത് രണ്ടിനെ രണ്ടായിട്ട് കൺസിഡർ ചെയ്യുക. 2 കോമൺ എടുക്കുക. 2 കോമൺ എടുക്കുമ്പോൾ എന്ത് വരും? സോറി, ഇവിടെ 2x കോമൺ എടുക്കാം അല്ലേ. 2 അല്ലല്ലോ, 2x കോമൺ എടുക്കാം. 2x കോമൺ എടുക്കുമ്പോൾ ഇവിടെ എന്ത് വരും? x + 4 എന്ന് വരും. ഓക്കെ, ഇവിടെ -9 കോമൺ എടുക്കാം. അപ്പോൾ അവിടെ x + 4 എന്ന് വരും. അവിടെ ഇവിടെ രണ്ടിടത്ത് എന്തുണ്ട്? x + 4 ഉണ്ട്. അപ്പോൾ x + 4 × 2x - 9. ഓക്കെ, സിമ്പിളല്ലേ. അപ്പോൾ ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ മതി, അത് കിട്ടും നമുക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ നോക്കേ. 4x² - 16x + 15. ഓക്കെ, ഇപ്പോൾ ഇവിടെ വരുന്ന 4ഉം +15 ആണ്. അത് മൾട്ടിപ്ലൈ ചെയ്യാം. 4 × 15. 4 × 15 എന്ന് പറഞ്ഞാൽ എത്രയാണ് വരിക? 60 വരും. 60 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 60 കിട്ടുന്ന നമ്പേഴ്സ് എഴുതാം. ഓക്കെ, 1ഉം 60ഉം -1ഉം -60. 60 2ഉം 30ഉം -2ഉം -30ഉം. 3ഉം 20ഉം -3ഉം -20. അടുത്ത 4ഉം 1 15ഉം. ഓക്കെ, നമ്മൾ എഴുതിയിട്ടുണ്ടല്ലോ 15. ഓക്കെ, -4ഉം -15ഉം. അടുത്ത 5ൻ്റെ ടേബിളിൽ വരുമല്ലോ 60. 5ഉം 12ഉം -5ഉം -12ഉം. അടുത്തത് 6ഉം 10ഉം -6ഉം -10ഉം. ഓക്കെ, അടുത്ത 7 ഇല്ല. 8ൻ്റെ ടേബിളിൽ ഇല്ല. 9 ടേബിളിൽ വരുമല്ലോ. 9ൻ്റെ ടേബിളിൽ 9 എത്രയാണ് വരുന്നത്? ഇല്ല, 9 ടേബിളിൽ വരത്തില്ല. 9 ടേബിളിൽ ഇല്ല. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇത്രയും പേയേഴ്സേ ഉള്ളൂ. ഓക്കെ, ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാം? -16 വരുന്നത് അതാണല്ലോ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ്. -16 വരുന്ന പെയർ ചൂസ് ചെയ്യാം. അതാണ്ടേ ഇവിടെ കിടപ്പുണ്ട്. സിമ്പിൾ, ഇതാ ഇവിടെ കിടക്കുന്നു. ഐഡൻറ്റിഫൈ ചെയ്തു. ഓക്കെ, ഇനി റീറൈറ്റ് ചെയ്യാം. 4x² - 16x + 15 എന്നുള്ളതിൻ്റെ ഈ മിഡിൽ ടേമിനെ നമുക്ക് എന്ത് ചെയ്യാം? സെപ്പറേറ്റ് ചെയ്യാം. -6x -10x + 15 എന്നായി. ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് കോമൺ എടുക്കാം? 2x കോമൺ എടുക്കാം. ഓക്കെ, 2x കോമൺ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ 2x - 3 എന്ന് വരും. ഓക്കെ, ഇവിടെ നമുക്കൊരു -5 കോമൺ എടുക്കാം. -5 കോമൺ എടുക്കുമ്പോഴും അവിടെ 2x - 3 എന്ന് വരും. ഓക്കെ, രണ്ടിടത്തും 2x - 3 ഉണ്ട്. അത് കോമൺ എടുക്കാം. അപ്പോൾ ബാക്കി എന്ത് വരും? 2x - 5. ഓക്കെ, 2x - 3 × 2x - 5 എന്നുള്ളതാണ് എന്ത്? ആൻസർ. ഓക്കെ, 2x - 3 × 2x - 5. ഓക്കെ, അപ്പോൾ ഇത് ഇനിയും കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അത് ഞാൻ തരാം. അതൊന്ന് ചെയ്ത് നോക്കാനായിട്ട് എന്ത് ചെയ്യുക? ശ്രമിക്കുക. ഓക്കെ, ഇതിവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ഇതുപോലെ തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ആ ഒരു സെയിം മെത്തേഡ് ഉപയോഗിച്ച് എന്ത് ചെയ്യുക? ചെയ്ത് നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ചോദിക്കുക. ഓക്കെ, ബൈ.